വെൽക്കം ടു K4 കിസാൻ. ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുതിയ ചേനത്തോട്ടത്തിലാട്ടോ. അപ്പോൾ നമ്മൾ ചേന മൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ അപ്ഡേഷൻ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അത് മുളച്ച് കാര്യങ്ങളൊക്കെ ഉഷാറായി. ഒരു 1.5 മാസം മുമ്പാണ് ചേന മുളച്ച് തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഈ ഒരു ഗ്രോത്ത് ആയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാം ഘട്ട വളം കാര്യങ്ങളൊക്കെ ചെയ്തു, ഉള്ളിലത്തെ കള പറിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ചേന കൃഷിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ചേനയൊക്കെ ഇതാ ഒരേപോലെ മുളച്ചുഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഒരു പച്ചപ്പായിട്ടുണ്ട്, ഒരു പന്തൽ പോലെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി. ഇവിടെയാണ് നമ്മുടെ പറമ്പിൻ്റെ അതിര്. ഇവിടുന്ന് വരണേ, ഇവിടുന്ന് വിട്ടതാ ഇങ്ങനെ പോകുന്നതാ അറ്റം വരേക്കും ഒരേപോലെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ പറമ്പിൻ്റെ സൈഡിൽ നല്ലൊരു ഉറവ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മാത്രമാണ് നമുക്ക് ഉറവ എടുക്കുന്നത്. ഈ ഒരു 2 ഏരിയയിലാണ് കാര്യമായിട്ട് ഉറവയുള്ളത്. ബാക്കിയുള്ളടത്തൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഇതാ ചാല് നല്ല രീതിയിൽ നമ്മൾ താത്തി കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ പറമ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ വരികയാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഉറവ, ബാക്കിയൊന്നും കുഴപ്പമില്ല. കണ്ടോ? ഇതുണ്ടോ നമ്മുടെ ചേനത്തോട്ടത്തിൻ്റെ ചുറ്റോറും നമ്മൾ ചെയിൻ ലിങ്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തന്നെയാണ് കെട്ടിയേക്കണേ. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ കെട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പന്നിശല്യം ഉള്ള ഏരിയ ആണ്. അപ്പോൾ വേലിയും കാര്യങ്ങളൊക്കെ കെട്ടിയോണ്ട് ചേനത്തോട്ടത്തേക്ക് പന്നികളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. വരാണ്ടിരിക്കട്ടെ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ചേനയുടെ ഉൾവശം കേട്ടോ. ഉള്ളിൽ കളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് നമ്മൾ വളം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഫുള്ള് നമ്മൾ കോഴിക്കാട്ടം തന്നെയാണ്. കോഴിക്കാട്ടും അതുപോലെ തന്നെ ഞാൻ കുഴിച്ച് വെച്ചപ്പോൾ ചാണകപ്പൊടിയാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചേക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ NPK വളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കോഴിക്കാട്ടം ഇട്ട പോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കോഴിക്കാട്ടം ഇട്ട ചാലിൽ 4 നമുക്കുള്ളത്. ഇവിടെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ചാലാക്കിയിട്ട് തന്നെ നമ്മൾ NPK വളം ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. നമ്മളിവിടെ ഇട്ട് കൊടുത്തേക്കണേ 8-8-16 നമ്മൾ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഒരു 70 ഗ്രാം 80 ഗ്രാം ഒരു ചേനയ്ക്ക് കിട്ടേണ്ട രീതിയിലാണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2ാം ഘട്ട വളമിടൽ കഴിഞ്ഞു. ഇനിയൊരു വളം കൂടിയാണ് നമുക്ക് ഇടാറുള്ളത്. അത് നമ്മൾ പൊട്ടാഷ്യം ഇടുക. അത് ഏകദേശം ഒരു 3 ആഴ്ച നമ്മൾ ഇപ്പോൾ ഈ NPK ഇട്ടതിന് ശേഷം ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത് ഇടുക. ഒരു 20-22 ദിവസം ആ റേഞ്ചിലൊക്കെ നമുക്ക് ഉള്ളിൽ ഇടാം. അതായത് നമ്മൾ ഇടും. അത് നമ്മൾ പൊട്ടാഷ്യം ഇടുന്ന ഒരു 100 ഗ്രാം ഒരു ചേനയ്ക്ക് കിട്ടുന്ന രീതിക്കാണ് നമ്മൾ അത് ചെയ്യുക കേട്ടോ. ഏതായാലും നമ്മൾ ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ചേനയുടെ വളപ്രയോഗം കംപ്ലീറ്റ് കഴിയും കേട്ടോ. നമ്മുടെ ചേന കൃഷിക്കുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണി ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞു. നമ്മൾ എപ്പോഴും നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് പണികൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒഴിച്ചിടുമ്പോൾ ഒരു പരിപാടി, പിന്നെ കളപറിക്കൽ, അതുപോലെ തന്നെ വളം ചെയ്യൽ, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് ബാക്കിയുള്ള കൃഷികളെ അപേക്ഷിച്ച് കുറച്ച് പണികൾ കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നൊരു കൃഷിയാണ് ചേനക്കൃഷി. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ചേനക്കൃഷിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് കേട്ടോ. കാരണം ഈ പ്രാവശ്യം നമുക്കൊരു മൊത്തം 5000 കുഴിയോളം ചേന നമുക്കുണ്ട്. ഇവിടെ നമ്മുടെ ഈ പറമ്പിലൊരു 3000 ചേന. അതുപോലെ തന്നെ നമ്മുടെ ആദ്യം നമ്മൾ ചേനക്കൃഷി ചെയ്ത പറമ്പിൽ 2000. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിത്തിനിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ അടുത്ത കൊല്ലം ഇതിനും വലിയൊരു കൃഷി ചെയ്യണം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ 2000-ഓളം മൂക്ക് നമുക്ക് അവിടെ ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് വിത്തിനിടും. പിന്നെ ഇവിടെ ഒരു 3000 മൂക്കുള്ളത് ഇവിടുത്തെ കുറച്ചും കൂടി നമ്മൾ വിത്തിനിടണമെന്നുണ്ട്. ബാക്കി നമ്മൾ കൊടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചേക്കണേ. കാരണം ഇവിടുത്തെ വിത്ത് നമ്മൾ കുറച്ച് ആ പറമ്പിൽ കൊണ്ടുപോകും. പിന്നെ ആ പറമ്പിലത്തെ വിത്ത് നമ്മൾ ഇവിടെ ചെയ്യും. അങ്ങനെ നമ്മൾ മാറ്റി കൃഷി ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം ചേനയ്ക്ക് കാര്യങ്ങളൊക്കെ വിലയുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ചൊരു 3 കിലോത്തിൻ്റെ അടുത്ത് ഒരു ചേന നമുക്ക് വിളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരിക്ക് കാര്യങ്ങളൊക്കെ നടക്കും. അത്യാവശ്യം നല്ല ഇതിൽ ചിലവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേന കൃഷിയുടെ വിശേഷങ്ങൾ കേട്ടോ. ഇതേമാതിരിക്ക് തന്നെ നമ്മുടെ 1ാമത്തെ കൃഷിസ്ഥലത്തിലും ഇതേമാതിരിക്ക് തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇതിനോടും കുറച്ചുകൂടി ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നട്ടത് കേട്ടോ. എന്നിരുന്നാലും കാരണം അതിന് വലിയ രീതിയിൽ വെയിലും കാര്യങ്ങളൊന്നും ഏറ്റില്ല. ഫുള്ള് തെങ്ങും തോട്ടമായതുകൊണ്ട് ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ലാസ്റ്റാണ് മുളച്ച് ഒക്കെ നമുക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്നും അങ്ങനെ കുഴിക്കേടും കാര്യങ്ങളും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മുടെ ചേന കൃഷിയുടെ വിശേഷങ്ങൾ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.